കാരുണ്യ ചികിത്സാ ഫണ്ട് ₹1 പോലും അർഹമായ കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ കേന്ദ്രം കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി നേരത്തെ തുറന്നു സമ്മതിച്ചിരുന്നു. നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. ജനൻ TV വാർത്തയ്ക്ക് പിന്നാലെ മന്ത്രി മലക്കം മറിഞ്ഞു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, നേരത്തെ നിയമസഭയിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ₹1 പോലും കുടിശ്ശികയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകിയിരുന്നത്. അതായത് കാരുണ്യ ചികിത്സാ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ എന്താണോ തരേണ്ടത് അത് കൃത്യമായി നൽകുന്നുണ്ട്. ₹1 പോലും ഇക്കാര്യത്തിൽ കുടിശ്ശിക വരുത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാരാണ് കുടിശ്ശിക സർക്കാർ ആശുപത്രികൾക്കും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികൾക്കും വരുത്തിയത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു നിയമസഭയിൽ ആരോഗ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകിയത്. ആ മറുപടിയിൽ നിന്നാണോ ഇപ്പോൾ ആരോഗ്യമന്ത്രി മലക്കം മറിഞ്ഞിരിക്കുന്നത്? നേർവിപരീതമായിട്ടുള്ള കാര്യമാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ ലക്ഷക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇതിൽ ഒരു ചോദ്യം നിയമസഭയിൽ മന്ത്രിയോട് ചോദിച്ചിരുന്നു. അന്ന് മന്ത്രി നൽകിയ മറുപടി ഇത്തരത്തിലാണ്: കേന്ദ്ര ഫണ്ട് ₹1 പോലും കുറയാതെ ലഭിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്രവിഹിതമായ 151 കോടിയും പൂർണ്ണമായി ലഭിച്ചിട്ടുണ്ട്. മറ്റു യാതൊരു കുടിശ്ശികയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളതായിരുന്നു മന്ത്രി പറഞ്ഞ മറുപടി. മാത്രമല്ല, കാസ്പിൽ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികൾക്ക് 269 കോടി 7,97,307 രൂപ നൽകാനുണ്ട്. സർക്കാർ ആശുപത്രികൾക്ക് 859 കോടി രൂപയോളം നൽകാനുണ്ട് എന്നുള്ളതും മന്ത്രി നിയമസഭയിൽ നൽകിയ ഈ ഔദ്യോഗിക രേഖയിൽ വ്യക്തമാക്കിയിരുന്നു. നിയമസഭയിൽ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് ജനം TV വാർത്ത ചെയ്തിരുന്നു. അതിനുശേഷം ഒരു 2 ദിവസത്തിന് പിന്നാലെ ഇപ്പോ ആരോഗ്യമന്ത്രി ആലപ്പുഴയിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് ₹1 പോലും ഈ കാരുണ്യക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. 60% തുകയും നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ബാക്കി 40% സംസ്ഥാന സർക്കാർ നൽകേണ്ടത്. ഇതിൽ 40% സംസ്ഥാന സർക്കാർ എഴുതുന്നുണ്ട്. പക്ഷേ കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ₹1 പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി ആരോഗ്യമന്ത്രിയുടെ ആ പ്രതികരണം ഒന്ന് കണ്ടതിന് ശേഷം രശ്മിയിലേക്ക് തിരിച്ചെത്താം. ₹1 പോലും ഈ സാമ്പത്തിക വർഷം കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള വിഹിതം അർഹമായിട്ടുള്ളതാണ്, ഔദാര്യമല്ല, അർഹമായിട്ടുള്ള വിഹിതങ്ങൾ സംസ്ഥാനത്തിന് ലഭിക്കാത്ത സാഹചര്യം. അത് നാഷണൽ ഹെൽത്ത് മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഓരോ സ്കീമിലും 60-40 എന്നുള്ള നിലയിലാണ്. 60 കേന്ദ്ര സർക്കാരും 40 സംസ്ഥാന സർക്കാർ. പണ്ട് 90-10 ആയിരുന്നു. അതാണ് 60-40 ആക്കിയത്. ആ 60-40-ൽ ആ 60% നൽകാതെ ഈ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ 340 രോഗികളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ പെരിറ്റോണിയൽ ഡയാലിസിസിൽ. പക്ഷേ ഈ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ഒരു വിജയം കണ്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ 660-ലധികം രോഗികളാണ്. ആദ്യം ഈ സാമ്പത്തിക വർഷം സാമ്പത്തിക പ്ലാനിങ്ങിന്റെ ഭാഗമായി 7 കോടി രൂപയാണ് അതിന് അനുവദിച്ചത്. പക്ഷെ നമുക്ക് ആവശ്യമായി ഇത്രയും രോഗികൾ കൂടിയപ്പോൾ ആവശ്യമായി വന്നത് അടുത്തൊരു 7 കോടി രൂപയും കൂടി 14 കോടി രൂപ ആവശ്യമായി വന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് നമുക്കിത് ചെയ്യുന്നതാണ്. പക്ഷെ ₹1 പോലും തന്നിട്ടില്ല. ഇപ്പോൾ വീണ്ടും 4.5 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. രശ്മി, നിയമസഭയെ തന്നെ കബളിപ്പിക്കുന്ന രീതിയിലാണ് ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനകൾ വരുന്നത്. അതായത് നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകുക, കേന്ദ്ര സർക്കാർ കുടിശ്ശിക വരുത്തുന്നില്ല എന്ന്. അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് കേന്ദ്ര സർക്കാർ കുടിശ്ശിക വരുത്തുന്നുണ്ട്, അതുകൊണ്ട് ആരോഗ്യമേഖല മുഴുവൻ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതേസമയം തന്നെയാണ് നേരത്തെ നമ്മൾ പുറത്തുവിട്ട കണക്കുകൾ, സംസ്ഥാന സർക്കാർ നൽകാനുള്ള കോടിക്കണക്കിന് രൂപയുടെ കണക്കുകളാണ് പുറത്തു വരുന്നത്. ഏകദേശം 2000 കോടി രൂപയ്ക്കടുത്താണ് ഈ രീതിയിൽ സംസ്ഥാന സർക്കാർ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം രേഖാമൂലമാണ് നിയമസഭയിൽ ആരോഗ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത്. അതേസമയം ഒരു വശത്ത് ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഔദ്യോഗിക വേദിയിൽ, നിയമസഭ പോലുള്ള ഔദ്യോഗിക വേദിയിൽ കൃത്യമായിട്ടുള്ള കണക്കുകളും വിവരങ്ങളും ശരിയായ വസ്തുതകളും ആരോഗ്യമന്ത്രി പറയുന്നു. പക്ഷേ പുറത്തിറങ്ങിയതിനു ശേഷം ജനങ്ങളെ പറ്റിക്കുക അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കുക എന്നോളം ഇത് നേർവിപരീതമായി പറയുന്നു. സംസ്ഥാന സർക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേന്ദ്രം കൃത്യമായി ഫണ്ട് അനുവദിക്കുന്നില്ല, അതാണ് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. ഒരു പ്ലാൻ ഫണ്ടുകളും ലഭിക്കുന്നില്ല, അതുകൊണ്ട് ഈ പദ്ധതികളൊക്കെ നിലച്ച മട്ടാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട്, പക്ഷേ കേന്ദ്രമാണ് കൃത്യമായി തുക അനുവദിക്കാത്തത്. ഇത് എപ്പോഴും ധനമന്ത്രിയായാലും മുഖ്യമന്ത്രിയാണെങ്കിലും ആരോഗ്യമന്ത്രിയാണെങ്കിലും എപ്പോഴും ആവർത്തിക്കുന്ന ഒരു ന്യായീകരണമാണ് ഇത് പൊളിക്കുന്നതാണ്. ഈ ഒരു പൊള്ളത്തരം പൊളിക്കുന്നതായിരുന്നു ഈ കൃത്യമായി ഔദ്യോഗിക രേഖ. അതായത് നിയമസഭയിൽ നൽകിയ കണക്കുകൾ എത്ര കോടി രൂപയാണ് എന്നുള്ളത്, അതും ഓരോ പദ്ധതിക്ക്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കല്ല, മറ്റ് 8ഓളം പദ്ധതികൾക്ക്, സർക്കാർ ആശുപത്രികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കും എത്ര കോടി രൂപയാണ് കൃത്യമായി നൽകാനുള്ളത് എന്നുള്ളത് ജനം TV കൃത്യമായ തെളിവുകൾ സഹിതം ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നതാണ്. ഇതിന്റെ കൃത്യമായ കണക്കുകൾ
ആരോഗ്യമന്ത്രി പറയുന്നു കേന്ദ്രം നൽകേണ്ട 151 കോടി രൂപയും നൽകിയിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതികൾ കുറച്ചുകൂടി വിപുലമായി നടത്തുന്നുണ്ട്. അത് എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യവും ആരോഗ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു. അതിൽ കൂടുതൽ തുക ലഭിക്കുമ്പോൾ അത് നടപ്പിലാക്കും. കുടിശ്ശിക ഒന്നും തന്നെ ഇല്ല. 151 കോടിയും നൽകിയിട്ടുണ്ട്. ഈ സംസ്ഥാന സർക്കാരാണ് കുടിശ്ശികയായി സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കും പണം നൽകാനുള്ളത്. ഇപ്പൊ കുടിശ്ശിക ഉണ്ടെങ്കിലും ഈ ആശുപത്രികളോട് ചികിത്സ മുടങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ആരോഗ്യമന്ത്രിയുടെ മറുപടിയാണ്. ആരോഗ്യമന്ത്രി രേഖയിൽ പറഞ്ഞ മറുപടിയാണ്. ഇത് വാർത്തയാവുകയും വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്തതിന് പിന്നാലെയാണ് പെട്ടെന്ന് ഒരു പൊതുവേദിയിൽ അതായത് ഔദ്യോഗികമല്ലാത്ത പുറത്തു വെച്ചൊരു ബൈറ്റ് എടുക്കുന്ന പ്രതികരണം തേടുന്ന സമയത്ത് മന്ത്രി ഇതൊന്നുമല്ലാത്ത രീതിയിൽ 1 രൂപ പോലും തന്നിട്ടില്ല എന്ന രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നത്. കാരുണ്യ പദ്ധതിയിൽ കേന്ദ്രത്തിൻ്റെതായി 1 രൂപ പോലും ലഭിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നിയമസഭയിൽ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത് ഒരു കുടിശ്ശികയും കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാരാണ് സ്വകാര്യ ആശുപത്രികൾക്കും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികൾക്കും നൽകാനുള്ള തുകയിൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. ഏകദേശം 1000 കോടി രൂപയ്ക്കടുത്ത് കുടിശ്ശികയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആരോഗ്യമന്ത്രി രംഗത്ത് വന്നിരുന്നത്. മാത്രമല്ല സ്വകാര്യ ആശുപത്രികളും ഇക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. രശ്മിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.